അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനോട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചേർന്ന് നിൽക്കാൻ എന്തുകൊണ്ടാണ് പ്രശാന്ത് ആഗ്രഹിച്ചത്? അപ്പോൾ പ്രശാന്തിന് കൃത്യമായി ഇതിനകത്ത് റോളുണ്ട്. ഒരു കഴിഞ്ഞ ദിവസം തിരുവിതാംകൂറിൻ്റെ ഉദ്യോഗസ്ഥനും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ ഭക്തന്മാരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മിസ്റ്റർ കുമാർ അദ്ദേഹവുമായിട്ടുള്ള ഒരു ചർച്ച കാണാനിടയായി. ആ ചർച്ചയിൽ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഭഗവാന്റെ വസ്തുവകകൾ കൊണ്ടുപോയ സമയത്ത് ഇത് ചെമ്പായിരുന്നുവോ സ്വർണമായിരുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് പോലും അവിടുത്തെ ഉദ്യോഗസ്ഥന് ഉത്തരം പറയാൻ സാധിച്ചില്ല. ആ ഏറ്റെടുക്കുന്ന സമയത്ത് എന്ത് നടന്നെന്നോ ആരിൽ നിന്നാണിത് ഏറ്റെടുക്കുന്നത് എന്നോ അറിയാതെ രഹസ്യമായിട്ട് 2 പേർ പോവുക, അവിടെ കുറച്ച് ദിവസം താമസിക്കുക, അത് ഏറ്റെടുത്തു കൊണ്ടുവരിക. പക്ഷെ പൊതുസമൂഹത്തിന് ബോധ്യമായിട്ടില്ലേ? ദേവന്റെ മുതൽ അത് കൊണ്ടുപോവുകയും അതിനെ ക്രയവിക്രയം ചെയ്യുകയും ചെയ്തതിനു ശേഷം പിന്നീട് തിരിച്ചു കൊണ്ടുവന്നത് എന്താണ്? അത് തൊണ്ടി മുതലാണോ? അത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം, ഭക്തർക്കറിയണം. അത് തൊണ്ടി മുതലാണ് എന്ന് എന്തടിസ്ഥാനത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ബോധ്യം വരേണ്ടത്? അതിനെക്കുറിച്ച് കോടതിയിലൂടെ മാത്രമല്ല വിശദമായിട്ടുള്ള ഒരു അന്വേഷണം BJP അതാണ് ആവശ്യപ്പെടുന്നത്.